വിചാരിച്ചാണ്. പക്ഷേ ഇവിടെ വന്നപ്പം ബിഗ് ബോസ് വീട്ടിൽ നിന്നും RJ ബിൻസി എവിക്റ്റ് ആയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രേക്ഷകരെ ടെൻഷനൊന്നും അടുപ്പിക്കാതെ പെട്ടെന്ന് തന്നെയായിരുന്നു ലാലേട്ടൻ ആ ഒരു എവിക്ഷൻ നടത്തിയത്. നോമിനേഷനിലുള്ള എല്ലാവരോടും എണീറ്റ് നിൽക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ലാലേട്ടൻ്റെ കയ്യിലുള്ള കാർഡ് എടുത്ത് കാണിച്ചപ്പോൾ ബിൻസി എവിക്റ്റഡ് എന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ വീട്ടുകാരോട് യാത്ര പറഞ്ഞ ശേഷം പുറത്ത് ഷാരികയും ഒനിയിലും വീട്ടിലേക്ക് തിരിച്ച് വന്ന ഒരു ഓട്ടോയുണ്ട്. ആ ഓട്ടോയിൽ തന്നെ ബിൻസിയോട് തിരിച്ച് ലാലേട്ടൻ്റെ അടുത്തേക്ക് വരാൻ പറയുന്നു. അങ്ങനെ വീട്ടുകാരോട് എല്ലാവരോടും യാത്ര പറഞ്ഞ ശേഷം ലാലേട്ടൻ്റെ അടുത്തേക്ക് ബിൻസി ചെല്ലുന്നു. ലാലേട്ടനോട് ആദ്യം സംസാരിക്കുമ്പോഴൊക്കെ വളരെ കൂളായിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് സംസാരിച്ചത്. പക്ഷേ അത് കഴിഞ്ഞ് ബിഗ് ബോസിലെ ബിൻസിയുടെ മൊമെൻറ്റ്സ് കാണിച്ച സമയത്ത് ബിൻസിക്ക് സഹിക്കാൻ പറ്റില്ല. ബിൻസി അങ്ങ് പൊട്ടിക്കരഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടുകാരെ സ്ക്രീനിൽ കാണിച്ചു കൊടുത്ത സമയത്തും ബിൻസി പറഞ്ഞു, എനിക്ക് കരയണമെന്ന് യാതൊരു ആഗ്രഹവുമില്ലായിരുന്നു, പക്ഷേ ഇവിടെ വന്നപ്പോൾ അറിയാതെ ഞാൻ കരഞ്ഞുപോയി. അവിടെ നിന്ന് എനിക്ക് കൊതി തീർന്നിട്ടില്ല, അവിടെ നിൽക്കണമെന്നുണ്ട് എന്നൊക്കെ കുറേ കാര്യങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു. നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു, നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. ഇപ്പോൾ ഒട്ടും ഡിസേർവ് ചെയ്തിരുന്നില്ല എവിക്റ്റായി പോകാൻ. എനിവേയ്സ് ഇങ്ങനെ ഓരോരുത്തർ പൊയ്ക്കൊണ്ടിരിക്കും. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.